സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രക്തതാജ്യം 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 രക്തതാജ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തതാജ്യം 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 രക്തതാജ്യം. Praise the Lord. Hallelujah. 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 Praise the Lord. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രികാലം ഗ്രാഫേ മീഡിയ ഒരുക്കുന്നതായ ഇടയന ശബ്ദം എന്ന ഈ പേജിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്നതായ ദൈവവചനം ഷെയർ ചെയ്യുവാൻ ഇപ്രകാരം എനിക്ക് അവസരമൊരുക്കി തന്ന സർവശക്തനാ ദൈവത്തിന് സകലമാനവും മഹത്വവും പുകഴ്ചയും പ്രാരംഭമായി അറിയിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ സന്ധ്യാസമയത്ത് അറിയിക്കട്ടെ. സംഭവബഹുലമായ നാളുകളും ആണ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത്. ലോകമെമ്പാടും അഭിമുഖീകരിക്കുന്നതായ പകർച്ചവ്യാധി നടുവിൽ പലരും ഭീതിയോടും പ്രയാസത്തോടും ജീവിക്കുമ്പോൾ കർത്താവ് നമ്മെ തൻ്റെ ബലം ശ്രേഷ്ഠമേറിയ സുരക്ഷിതമേറിയ കരങ്ങളിൽ അത്ഭുതമായി വഴി നടത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാരോട്, വിശേഷാൽ കർത്താവിന് പ്രസിദ്ധനായ ദേവദാസൻ, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ വൈ തോമസ് അവറുകൾ, തൻ്റെ കുടുംബം, തൻ്റെ മറ്റേ സഹപ്രവർത്തകരായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും പ്രാരംഭമായി ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന് ആത്മാവ് തന്നതായ തിരുവനന്തപുരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിക്കാം. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും അല്പനിമിഷം നമുക്ക് ദിവസനായിരിക്കാനായിട്ട് ഇടയാകട്ടെ. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി തിരുവനന്തപുരത്തിലെ ഒരു വേദഭാഗം വായിപ്പാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. 31 സങ്കീർത്തനം, അതിൻ്റെ 12 വാക്യം. മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒടിഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ച് കേട്ട വേദഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ 66 പുസ്തകങ്ങൾ അടങ്ങിയതാണല്ലോ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ 31 അധ്യായം അതിൻ്റെ 12 വാക്യമാണ് ഇന്ന് രാത്രിയിലെ നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. 150 സങ്കീർത്തനം 150 അധ്യായങ്ങളുണ്ട്. അതിൽ 150 31 സങ്കീർത്തനമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഈ 31 സങ്കീർത്തന രചയിതാവ് ദാവീദാണ്. സങ്കീർത്തനങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. 150 ബഹുഭൂരിപക്ഷവും എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ദാവീദ്, ആസാഫ്, കോരപുത്രന്മാര്, മോശ എന്നീ ആദ്യ ഭക്തന്മാര് രചിതമായിട്ട് നമുക്ക് കാണാൻ കഴിയും സങ്കീർത്തനങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ആ ദാവീദ് എഴുതിയതായ സങ്കീർത്തനത്തിലെ 31 അധ്യായം അതിൻ്റെ 12 വാക്യമാണ് ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവിൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന ആ തിരുവചനം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തു നിന്ന് വേറുപെട്ട് കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മോടൊന്നിച്ച് ജീവിച്ചു, നമ്മൾ ഒരുമിച്ച് അവരെ കാണാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ അവരിൽ പലരും നിത്യ ചേർക്കപ്പെടാൻ ഇടയാത്തീർന്നു. ആ ചേർക്കപ്പെട്ട സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ വേദനയും ദുഃഖവും പ്രയാസവും അവരെ ചൊല്ലി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഭരിക്കുന്ന പ്രത്യാശ നമുക്ക് അതുള്ളതുകൊണ്ട് അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ
സാഹചര്യങ്ങളൊക്കെ മാറ്റി മറിഞ്ഞു, നാളുകൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് നമ്മൾ ആ പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് കൂടെ കൂടെ നമ്മൾ അത് ഓർത്ത് ദുഃഖിക്കാനോ വേദനിക്കാനോ പോകാതെ ആ പ്രത്യാശ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മരിച്ചതിന് തുല്യമായി ഓർക്കുകയോ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുവാനോ കഴിയാതെ ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മരിച്ചുപോയ വ്യക്തിയെപ്പോലെ കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെ വേദനയും പ്രയാസമുണ്ടാകാം. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ തീവ്രതയേറിയ വേദനാജനകമായ പ്രയാസങ്ങൾ കൂടിയും പ്രതിസന്ധികൾ കൂടിയും താൻ കടന്നുപോയപ്പോൾ തനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. താൻ നേരിട്ടതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അത്ര വലുതായിരുന്നു. ആ പ്രതികൂലങ്ങളെയൊക്കെ കണ്ടിട്ട് ഭക്തൻ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഇന്നലകളിൽ തൻ്റെ ഭവനത്തിൽ താൻ അനുഭവിച്ചതായ അനുഭവങ്ങളെക്കൊണ്ട് പശ്ചാത്തലത്തൊക്കെ താൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ അനുഭവത്തിൽ പലരും എന്നെ മറന്നുപോയി. മരിച്ചുപോയ ഒരു വ്യക്തിയെ എങ്ങനെ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്, മനുഷ്യ സഹജമാണ്, നമ്മൾ അവരെ മറന്നുപോകും. അതുപോലെ ഇപ്പോൾ താൻ ജീവിച്ചിരിക്കുന്ന സമയത്തും തന്നെ പലരും മറന്നു കളഞ്ഞു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഭക്തന്റെ ജീവിതത്തിൽ താൻ പറയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു ഉടഞ്ഞ പാത്രം പോലെയാണ്. ഉടഞ്ഞ പാത്രം, നമുക്കറിയാം, ഉടഞ്ഞു പോയ അല്ലെങ്കിൽ തകർന്നു പോയ പാത്രത്തെ ആരും ഉപയോഗിക്കാറില്ല. അതിനെ വേസ്റ്റ് കൊട്ടയിലാണ് അതിന് സ്ഥാനം. ഉടഞ്ഞതിനെ ആരും ആവശ്യമില്ല. താൻ പറയുകയാണ്, തൻ്റെ ജീവിതം ഇപ്പം ഉടഞ്ഞിരിക്കുകയാണ്. തൻ്റെ ജീവിതം ഉടയാൻ കാരണം താൻ അനുഭവിച്ചതായ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിക്കുവാൻ ഇടയായി തീർന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ പ്രയാണം, തൻ്റെ പ്രയാണത്തിൽ കൂടെ അല്ലെങ്കിൽ യാത്രയിൽ കൂടെ താൻ അനുഭവിച്ചതായ ജീവിതയാത്രയിൽ കൂടെ താൻ അനുഭവിച്ചതായ വേദനകളും പ്രയാസങ്ങളും സംഘർഷഭരിതമായ അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ ഭക്തൻ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. തൻ്റെ മായിപ്പൻ ശൗല് തന്നെ കൊല്ലുവാൻ തൻ്റെ പുറകെ നടക്കുക, അതൊരു പ്രയാസം. മറ്റൊന്ന്, ശത്രുക്കളുടെ ഇടയിൽ തനിക്കുണ്ടായിരുന്നതായ തിക്ത അനുഭവങ്ങൾ, അത് മറ്റൊരു പ്രയാസം. അവൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ടതായ അനേക യുദ്ധങ്ങൾ, അതുമാത്രമല്ല അപ്പോൾ തന്നെ അവൻ്റെ കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളും പ്രതികൂലം കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതം ഉടഞ്ഞു പോയ പോലെ താൻ തോന്നുകയാണ്. താൻ പറയുകയാണ്, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു. ഉടഞ്ഞതിനെ ആർക്കും ആവശ്യമില്ല, തള്ളിക്കളയുമ്പോൾ ഉടഞ്ഞതിനെ പണിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരാം. നാം ഒടിഞ്ഞു പോയെന്ന് നാം കരുതും, നാം ചിന്തിച്ചു പോകും, ഞാൻ ഒടിഞ്ഞു പോയി, ഞാൻ തകർന്നു പോയി, ഇനി എന്നെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഉടഞ്ഞതിനെ പണിയുന്നൊരു ദൈവത്തെയാണ് നാം ഇന്ന് രാത്രികാലം സേവിക്കുന്ന കാര്യം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് പറയാനുള്ളത്, അതേ, നിന്റെ ജീവിതം ഉടഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, തകർന്നു പോയെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം ആത്മാവിനെ വിളിച്ചു പറയാം, ഉടഞ്ഞതിനെ പണിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. തിരുവനന്തപുരം പഠിച്ചു നോക്കിയാൽ അനേക പാത്രങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. അനേക പാത്രങ്ങളെക്കുറിച്ച് പരിമിതമായ സമയം മുമ്പിലുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് തന്ന ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയുവാനാണ് താല്പര്യപ്പെടുകയാണ്. അനേക പാത്രങ്ങൾ കാണാൻ കഴിയും. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം, സ്തോത്രം 4-ാം അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്.
നാം വായിച്ച കേട്ടത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ചരിത്രങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സമയം പരിമിതമാകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്നാലും ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. അവിടെ നമ്മൾ ഒന്നാമത്തെ വാക്കിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരെ ഒരുത്തി എലീശയോട് വന്ന് നിലവിളിച്ച് പറയുകയാണ്, എൻ്റെ വീട്ടിൽ കടക്കാർ വന്ന് നിൽക്കുന്നു, എൻ്റെ ഭർത്താവ് യഹോവഭക്തനായോ മരിച്ചുപോയി, എനിക്ക് കടം വീട്ടുവാൻ നിവൃത്തിയില്ല, എൻ്റെ മക്കളെ അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവള് എലീശയോട് നിലവിളിക്കുമ്പോൾ എലീശ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൻ്റെ അയലത്തുള്ളതായ അയൽക്കാരുടെ ഒക്കെ എന്ത് ചെയ്യണം, നീ പോയി വെറും പാത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വാ. അവരോട് ചോദിക്കും, നിന്റെ പക്കൽ എന്താണ് ഉള്ളത്? അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ പക്കലുള്ളതിനെ ഏലീശയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഏലീശയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏലീശേനെ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ പക്കലുള്ളതിനെ ഞാനിന്ന് അവ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നീ ചെയ്യേണ്ടത്, നീ അയൽക്കാരുടെ ഒക്കെ എന്ത് ചെയ്യണം, വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം. അവൾ ഉടനെ ഓടി ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങി വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാൻ തുടങ്ങി. അവിടെ ആ പാത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വെറും പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശൂന്യമായ ഒന്നുമില്ല ആ പാത്രത്തിൽ, അത് ശൂന്യമാണ്. ശൂന്യമായ പാത്രങ്ങൾ അവൾ വായ്പ വാങ്ങിക്കൊണ്ട് അവൾ വീട്ടിലേക്ക് വരികയാണ്. അവൾ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ആ എണ്ണ, തൻ്റെ പക്കലുണ്ടായ എണ്ണ ആ വെറും പാത്രങ്ങളിലേക്ക് പകരാൻ തുടങ്ങി. വെറും പാത്രങ്ങളിലേക്ക് പകർന്ന് അത് പകർന്നുതോറും വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൂന്യമായി കിടക്കുന്ന പാത്രങ്ങളിൽ അവൻ നിറയ്ക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ശൂന്യമാണെങ്കിൽ ആ ശൂന്യമായ ജീവിതത്തെ പണിയുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കുന്നുവെങ്കിൽ, നീ ഒരു വെറും പാത്രമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കുന്നുവെങ്കിൽ, നിന്റെ അകത്ത് നിറയ്ക്കുവാൻ, നിന്റെ അകത്ത് നിറച്ചു തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ആ വെറും പാത്രങ്ങളിലേക്ക് എണ്ണ പകർന്നു കൊടുത്തു. എണ്ണ പകരുന്തോറും ഭരണിയിൽ എണ്ണ കുറയുന്നില്ല. അത് പാത്രങ്ങളെല്ലാം മുമ്പിൽ കൊണ്ടുവച്ചു. ആ പാത്രങ്ങളിലേക്ക് എല്ലാം വെറും പാത്രങ്ങളിലേക്കൊക്കെ എണ്ണ പകർന്നു തോറും സ്തോത്രം എണ്ണ വർദ്ധിക്കുകയാണ്. അവസാനം പാത്രം തീർന്നു, എണ്ണ തീർന്നില്ല. വീണ്ടും സ്തോത്രം കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്നത് ആ വെറും പാത്രത്തിൽ സ്തോത്രം, ആ വെറും പാത്രത്തിൽ സ്തോത്രം ആ വെറും പാത്രത്തിലേക്ക് എണ്ണ പകരാൻ തുടങ്ങി. ആ വെറും പാത്രത്തിലേക്ക് പകർന്ന എണ്ണ നമുക്ക് കാണാൻ കഴിയും. ആ വെറും പാത്രങ്ങളിലേക്ക് എണ്ണ പകരപ്പെടുവാൻ ഇടയാത്തത്. ആ വെറും പാത്രം അവിടെ ഒരു ഉപയോഗമായി സ്തോത്രം ഉപയോഗമായി തീരുവാനായിട്ട് ഇടയാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കാലം നാം ഒരു വെറും പാത്രമായി ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ ദൈവം നമ്മെ പണിയുവാനായിട്ട് ഇടയാത്തീരും. സ്തോത്രം. അടുത്തത് ഇങ്ങനെ അടുത്തൊരു പാത്രത്തെക്കുറിച്ച് പറയാൻ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത് യിരെമ്യാവിന്റെ പുസ്തകം സ്തോത്രം അതിൻ്റെ 18-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമൺ പാത്രം. കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമൺ പാത്രത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ആ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണും പാത്രം താൻ അതേ കളിമണ്ണ് കൊണ്ട് പാത്രം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോകാൻ ഇടയാത്തീർന്നു. ആ കുശവൻ ചീത്തയായി പോയെന്ന് കരുതി അതിനെ തള്ളിക്കളഞ്ഞില്ല. നമുക്കറിയാം, ആ ചക്രത്തിന്മേൽ ആ പാത്രമായി രൂപപ്പെടുവാൻ വേണമെങ്കിൽ വരുവാൻ ഒത്തിരി പ്രക്രിയകൾ കടന്നെങ്കിൽ മാത്രമേ ആ ചക്രത്തിന്മേൽ ആ പാത്രമായി രൂപപ്പെടുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സ്തോത്രം ആ കളിമണ്ണിന് അങ്ങോട്ട് ഉണ്ടാക്കിയതായ പാത്രം തൻ്റെ കയ്യിൽ നിന്ന് അത് ചീത്തയായി പോകാനിടയായി. ആ ചീത്തയായി പോയ പാത്രത്തെ കുശവൻ കളഞ്ഞില്ല. പിന്നെയോ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തനിക്ക് തോന്നിയ പോലെ താൻ അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം നമ്മെ
നമ്മ ദൈവത്തിന് ബോധിച്ച വേണം, ദൈവത്തിന് തോന്നിയ പോലെ ദൈവത്തിന്റെ ഹിതവും പ്രകാരം നമ്മെ പണിയുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും തനിക്ക് ബോധിച്ച വണ്ണം തനിക്ക് ഹിതമുള്ളതായ ഒരു നല്ല പാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് നമ്മോട് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം പലരും നമ്മെ തള്ളി മാറ്റി നിർത്തുമ്പോൾ, നിന്നെ കൊണ്ട് ഗുണമില്ലെന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുമ്പോൾ തള്ളിക്കളയെന്നതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നിങ്ങൾ സേവിക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, വേളി വായിക്കുന്നുണ്ട്, തൻ്റെ അപ്പനും അമ്മയും, വേറെ സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാത്രി കാലം അവൻ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ, അരികത്തേക്ക് അവൻ മാടി വിളിക്കുന്ന ഒരു ദൈവത്തെ, അവൻ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചോട്ടെ, ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞോട്ടെ, നമ്മെ തള്ളിക്കളയാത്തൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം അവൻ തനിക്ക് ഹിതമുള്ളതായി, തനിക്ക് പ്രയോജനമുള്ളതായ ഒരു പാത്രമാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി കാലം ആ ദൈവം ആഗ്രഹിക്കുക. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. അപ്പോൾ ആ യിരെമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിൽ സ്തോത്രം ഞാൻ വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നിടത്ത് കറണ്ടില്ല. ദയവായി അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ആ കുശവൻ താനെ ചക്രത്തിന്മേൽ വേല ഓടുന്നപ്പോൾ അത് തന്നെ ചീത്തയായി പോയതാണ് നമ്മൾ വായിക്കുന്നത്. ചീത്തയായി പോയെങ്കിലും അതിനെ തള്ളിക്കളയാതെ, അതിനെ മാറ്റിക്കളയാതെ തനിക്ക് തോന്നിയ പോലെ ഒരു പാത്രമാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്തൻ പറയുകയാണ്, തൻ്റെ ജീവിതം ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു. തൻ്റെ ജീവിതം ഉടഞ്ഞിനെ പണിയുന്നൊരു ദൈവം. നാം കേട്ടതുപോലെ ആ വെറും പാത്രത്തെ നിറച്ചെങ്കിൽ, ചീത്തയായതിനെ പണിയുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം നീ ഒരു സ്തോത്രം, നമുക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. നാം ഒരു വെറും പാത്രമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മെ പണിയുന്ന, നാം ദൈവത്തിൽ നിന്നും അകന്നു പോയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും മാറിപ്പോയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരിക്കാം. എന്നാലും നമ്മെ തള്ളിക്കളയാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മൂന്നാമത്തെ പാത്രം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്, കൽപാത്രമെന്ന്. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് നിയമപ്രകാരം വെച്ചിരിക്കുന്നതായ 6 കൽപാത്രങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. സ്തോത്രം. ആ 6 കൽപാത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രം, യേശു കർത്താവ് തൻ്റെ ദൃഷ്ടി പതിഞ്ഞത് അകത്തുള്ള പാത്രങ്ങളെയല്ല, പിന്നെയോ പുറംപറമ്പിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതായ ആ 6 കൽപാത്രങ്ങളിലേക്ക് എൻ്റെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് ദൃഷ്ടി പതിയാനിടയായി തീർന്നു. സ്തോത്രം. ആ ഭവനത്തിലുണ്ടായ വേദനയുടെ പ്രയാസങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് ആ ഭവനത്തെ മാനിക്കുവാൻ, ആ ഭവനത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ആരാലും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്നതായ, പുറത്ത് കിടന്നതായ ആ 6 കൽപാത്രങ്ങളെയാണ്. അനേകരുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത് എന്നെയും നിങ്ങളെ ഒരു കാലഘട്ടത്ത് ഈ കാലഘട്ടത്തിൽ ആരെല്ലാം തള്ളിക്കളഞ്ഞോട്ടെ, ആരെല്ലാം ഉപേക്ഷിച്ചോട്ടെ, നമ്മെ ആരും നോക്കുന്നില്ലായിരിക്കാം, നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്, നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കണ്ണുണ്ട്. അവരുടെ കണ്ണ് നമ്മെ കാണുന്നുവെങ്കിൽ അവൻ നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. ആ 6 കൽപാത്രങ്ങൾ നോക്കണേ. ആ കല്യാണ വീട്ടിൽ ഉണ്ടാതായ ശൂന്യതയെ മാറ്റുവാൻ, ആ കല്യാണ വീട്ടിൽ നേരിട്ടതായ നിരാശജനകമായ അനുഭവത്തെ, വേദനാജനകമായ അനുഭവത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് അകത്തിരുന്നതായ, മോടിയുള്ളതായ, സൗന്ദര്യമുള്ളതായ, 4 ആള് ശ്രദ്ധിക്കുന്നതായ, മനോഹരമായ, ഡിസൈൻ ചെയ്യപ്പെട്ടതായ ഒരു പാത്രമല്ല, തള്ളപ്പെട്ടതും പുറത്തു കടന്നതുമായ 6 കൽപാത്രത്തെയാണെങ്കിൽ മിടുക്കന്മാരും ഉന്നതന്മാരും കഴിവുള്ളവരും വിദ്യാസമ്പന്നന്മാരും അനേകരും ചുറ്റുപാടുമുള്ളപ്പോൾ നമുക്ക് പുകഴാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നമ്മെ ലോകം
തള്ളിക്കളഞ്ഞെങ്കിൽ, തള്ളിക്കളയുന്നതിനെ വീണ്ടും പറയുന്നു, അതേ പദം പറയുകയാണ്. ഇന്ന് രാത്രി ദൂത് ചിലരോട് പറയട്ടെ, നിന്നെ ലോകം തള്ളിക്കളയാത്തൊരു ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ കൈക്കൊള്ളുന്ന, ലോകം നിന്നെ കൈക്കൊണ്ടില്ലെങ്കിൽ നീ നിരാശപ്പെടണ്ട. ലോകം നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നീ നിരാശപ്പെടണ്ട. ലോകം നിന്നെ വേണ്ട വിധത്തിൽ മാന്യത നൽകി തന്ന് നിന്നെ ആദരിച്ചില്ലെങ്കിൽ നീ നിരാശപ്പെടണ്ട. ലോകം തരുന്ന മാന്യതയെക്കാളും ഉന്നതമേറിയ മാന്യതയും ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ നൽകി തന്ന് ദൈവം നമ്മെ മാനിക്കുവാൻ ആ ദൈവം വിശ്വസ്തന. അവന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ തള്ളപ്പെട്ട് കിടന്നതായ കൽപാത്രത്തെ, ഉപേക്ഷിക്കപ്പെട്ട് കിടന്നതായ കൽപാത്രത്തെ ഉപയോഗിച്ച് അകത്തളത്തിൽ കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തള്ളപ്പെട്ടതായ നിന്നെ അകത്ത് കൊണ്ടുവരുവാൻ, ആ മാനിക്കപ്പെട്ടവനായി ഉയർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. സ്തോത്രം. അടുത്ത ഒരു പാത്രം കൂടെ പറയാം. ആമേൻ, സ്തോത്രം. അതേ ശൗലിനെ അവനെ പൗലോസാക്കി ദൈവം തീർത്തപ്പോൾ പൗലോസിന് ശൗലിനെ ആത്മനിയോഗത്തോടെ ശുശ്രൂഷയ്ക്കാക്കി തീർക്കുമ്പോൾ അവനെക്കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. സ്തോത്രം. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു പാത്രമാകുന്നു. സ്തോത്രം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? തനിക്ക് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ, തനിക്ക് തൻ്റെ പ്രവൃത്തി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പാത്രമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാത്ത സ്തോത്രം. പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം സ്തോത്രം, അതിന് 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ ഇന്ന് രാത്രികാലം ഒന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. സ്തോത്രം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക തൻ്റെ മാന്യതയേറിയ ശുശ്രൂഷയ്ക്കാക്കി, നമ്മെ തൻ്റെ ഒരു മാനപാത്രമാക്കി നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. എന്തിനു വേണ്ടി? സ്തോത്രം. ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നാമം ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി, ചില ഉന്നതന്മാരുടെ മുമ്പിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ദൈവനാമം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു മാനപാത്രമാണ് നാം ഓരോരുത്തരും. സ്തോത്രം. സ്തോത്രം. തള്ളപ്പെട്ടവരായി ഒരു കാലത്ത് കടന്നെങ്കിൽ, നാം ഉപേക്ഷിക്കപ്പെട്ടവരായി ഒരു കാലത്ത് കടന്നെങ്കിൽ, ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തള്ളപ്പെട്ടതിനെ ഉപയോഗിക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ടതിനെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇന്ന് രാത്രി കാലം സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ചില പാത്രങ്ങൾ മാനകാര്യത്തിനും ചില പാത്രങ്ങൾ ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. സ്തോത്രം. നാം ഇന്ന് രാത്രികാലം യജമാനന് പ്രയോജനമുള്ള ഒരു മാനപാത്രമായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ യജമാനൻ നമ്മെ ഉപയോഗിക്കുവാൻ ഇടയാത്തീരും. യജമാന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മെ മെനഞ്ഞവനായ, നമ്മെ നിർമ്മിച്ചവനായ ഈ സ്തോത്രം, ഈ മൺകൂടാരത്തിന്റെ ഉടയവന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഈ മൺപാത്രത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ നമ്മെ എന്ത് ചെയ്യും? ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ഇടയാത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മെ ഒരു മൺപാത്രമായി ദൈവവചനം ചിത്രീകരിക്കുകയാണ്. മൺപാത്രത്തെക്കുറിച്ച് നമുക്കറിയാം. അതേ നിമിഷവും ഉടഞ്ഞു പോകാം, 7 നിമിഷവും അത് നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. മൺപാത്രം സൂക്ഷിച്ചില്ലെങ്കിൽ 7 നിമിഷവും അത് ഉടഞ്ഞു പോകാൻ അല്ലെങ്കിൽ വഴുതി പോകാൻ സാധ്യതയുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസനിൽ നമ്മെ ഫലമേൽപ്പിക്കുന്നുവെങ്കിൽ, അവൻ നമ്മെ അവൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ അവൻ നമ്മെ സൂക്ഷിക്കും. അവന് പ്രയോജനമുള്ള ഒരു നല്ല മാനപാത്രമാക്കി അവൻ നമ്മെ തീർക്കുവാനിടയാ തീരും. യജമാനന് പ്രയോജനമുള്ള, അനേകർക്ക് പ്രയോജനമുള്ള, ദൈവനാമത്തിന്
പ്രയോജനമുള്ള, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് പ്രയോജനമുള്ള, ദൈവനാമത്തിന് മഹത്വത്തിനായി നിലകൊള്ളുന്ന ഒരു പാനപാത്രമായി യജമാന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ ഉടഞ്ഞെന്ന് പറഞ്ഞെന്നും വെറും പാത്രമെന്ന് പറഞ്ഞും തള്ളിയ സ്ഥാനത്ത് നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതേ പദം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, തള്ളിയതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉടയവൻ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ആകയാൽ ഈ മൺപാത്രമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നാം ഒരു മൺപാത്രമാണ്. ഈ മൺപാത്രം ഉപയോഗപ്രദമായി തീരണമെങ്കിൽ നമ്മിൽ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്രയും നാം ഉപയോഗപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമൊന്നല്ല, പിന്നെയോ അത് മൺകൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുക. ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയാൽ നാം യജമാന് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാനിടയാത്തീരും. ആകയാൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവകരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ, ദാവീദ് പറഞ്ഞ പോലെ ഒരു ഉടഞ്ഞ പാത്രമായിട്ടല്ല, ഒരു പാത്രമായി നമ്മെ പണിയുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതികൂലത്തിന് നടുവിലാണ് താനത് പറഞ്ഞത്, താൻ അനുഭവിച്ച പ്രതിസന്ധിയുടെ നടുവിലാണ് പറഞ്ഞത്, താൻ അനുഭവിച്ച നിന്ദയുടെയും പരിഹാസത്തിന്റെയും വേദനയുടെ നടുവിലാണ് താൻ അത് പറഞ്ഞു കൊടുത്തത്, പറഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം ഉടഞ്ഞ പാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു മാനപാത്രമായി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ആ യജമാനന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആവുന്ന പണിയുമ്പോൾ അവന്റെ കരങ്ങളിലേക്ക് വിധേയപ്പെടുവാൻ നാം ഇടയാകണം. ആ വലിയവനായ കുശവൻ തൻ്റെ കരം കൊണ്ട് നമ്മെ പണിയും. ചിലപ്പം അവൻ തീച്ചൂളെ കൂടെ കടക്കേണ്ടി വന്നേക്കാം, ആ തീച്ചൂള നമ്മെ ദഹിപ്പിക്കത്തില്ല. നദിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, ആ നദി നമ്മുടെ മേൽ കവിയത്തില്ല. തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വന്നേക്കാം, എന്നാൽ നമ്മുടെ തല താഴ്ത്തപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നമ്മെ മുന്നോട്ട് ആദ്യം നയിക്കുവാൻ നമ്മുടെ അവൻ്റെ വലകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അവൻ്റെ വലകരം നീട്ടി നമ്മെ വഴിതെടുത്തുവാൻ ആ ദൈവം വിശ്വസ്തനത്രേ. ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലിയ സങ്കീർണമായ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സംഭവബഹലമായ ലോക ജീവിത യാത്രയിൽ തകർന്നു പോകാതെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു നല്ല മാനപാത്രമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു എടുക്കുക ഇടയാകട്ടെ. ദൈവം നമ്മെ അതിനായി ഉപയോഗിക്കട്ടെ. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു നല്ല മാനപാത്രമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുവാൻ നമ്മെ വിധേയപ്പെടുത്താം. ദൈവപ്രസാദം വെളിപ്പെടുവാൻ, ദൈവഹിതം വെളിപ്പെടുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു നല്ല മാനപാത്രമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രത്തോളം ഈ മീഡിയയിൽ കൂടെ ഗ്രാഫേ മീഡിയയിൽ കൂടെ എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. അവൻ നമ്മേവരെയും അനുഗ്രഹിച്ച് സഹായിക്കട്ടെ, കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അവസരം ഒരുക്കുന്ന ദൈവവൃത്തന്മാരോട് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നതായ നല്ല വിലപ്പെട്ട പദവിക്കായി സ്തോത്രം. ഈ രാത്രികാലം തിരുവനന്തപുരം ഘോഷിപ്പാൻ അടിയുടെ കർത്താവ് സഹായിച്ചല്ലോ. കേട്ടതായ നമുക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ഗ്രാഫേ മീഡിയയുടെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ദൈവവൃത്യൻ കർത്താവെ തോമസ് സർവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വൃത്തിനെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ ഗ്രൂപ്പിന്റെ മറ്റ് സജീവ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവവൃത്തന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയുടെ കാലങ്ങളിൽ ഈ മീഡിയയിൽ കൂടെ ഇത് ശ്രവിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവശബ്ദം അവരോട് കൃത്യമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് എനിക്ക് സഹായിക്കണം. താഴ്ത്തി പരിമേൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയായ സ്തോത്രം ക്രിസ്തുയേശു നാം തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.